ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ടെക്നിക്കൽ എക്സാമുകൾക്ക് അല്ലെങ്കിൽ ഒരു കേരള PSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സിലബസ് കയ്യിലുണ്ടാവുക എന്നുള്ളതാണ് അല്ലേ. യെസ്. സോ നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്ന എക്സാമിൻ്റെ കറക്റ്റ് സിലബസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് അത് എന്താണ് എന്ന് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും ചിലപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടുന്നത് വേറെ പരീക്ഷകളുടെ അല്ലെങ്കിൽ പഴയ പരീക്ഷകളുടെ സിലബസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ചിലപ്പോൾ ചോദിക്കും അല്ലേ. ചിലപ്പോൾ അവർ തരുന്ന സിലബസ് കറക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് നമ്മൾ സബ് എഞ്ചിനീയറിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സിലബസ് ഒക്കെ കേരള PSCയുടെ ആയിരുന്നില്ല, മറ്റേ കർണാടക PSCയുടെ ഒക്കെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ സിലബസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഇതാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട്, എന്താണ്? യെസ്, നമ്മൾ ചിലപ്പം ആവശ്യമില്ലാത്ത പോർഷൻസ് ചിലപ്പോൾ പഠിച്ചു പോകും അല്ലേ. അല്ലെങ്കിൽ പഴയ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിലോ ചിലപ്പോൾ എക്സ്ട്രാ പോർഷൻസ് നമ്മൾ ചിലപ്പം പഠിച്ചു പോകും, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പോർഷൻസ് നമ്മൾ ചിലപ്പോൾ മിസ്സായി പോകും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് സിലബസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സിലബസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു പോർഷൻസും മിസ്സാവാതെ പഠിക്കാനും വേണ്ടി പറ്റും, അനാവശ്യമായിട്ട് പഠിക്കുന്നത് ഒഴിവാക്കാനും പറ്റും അല്ലേ. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കേരള PSCയിൽ പരീക്ഷകൾക്ക് സിലബസ് എങ്ങനെ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാം, അതിൻ്റെ ഒന്ന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഒരു ചാനൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എക്സാമുകൾ, പൊതുവായിട്ട് കേരള PSCയിലെ ഇലക്ട്രിക്കൽ എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എക്സാം റിലേറ്റഡ് ക്ലാസ്സസ്, ദെൻ കുറച്ച് എക്സാം ടിപ്സ്. ഓക്കെ, ഇനി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ലെക്ചറർ ഇൻ പോളിടെക്നിക്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂ ടിപ്സൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ അങ്ങനെ ഇലക്ട്രിക്കൽ എക്സാമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിരിക്കും നമ്മൾ ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതും വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റാർട്ട് ചെയ്താലോ. സോ ഞാൻ ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്നാണ്. ഒരു സിലബസ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഏറ്റവും ഫസ്റ്റ് മെത്തേഡ് പറയുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ സിലബസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. 2023 നമ്മൾ 2024 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, IT, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സിവിൽ, മെക്കാനിക്കൽ, അങ്ങനെ നിരവധി ട്രേഡുകളില്ല ട്രേഡ്സ്മാൻ എക്സാമിനേഷൻ അല്ലേ. സോ അതിൻ്റെ സിലബസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്, ഗൂഗിൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ സിലബസ്. അപ്പം കേരള PSC എന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഒരു സിലബസ് വന്നു അല്ലേ. സോ അങ്ങനെ കിട്ടുന്ന സിലബസിനെ ഒരിക്കലും പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. അതൊന്ന് വായിച്ച് നോക്കുക. കണ്ടോ, യെസ്, ഇത് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ കാറ്റഗറി നമ്പർ 758 2021 നടന്ന എക്സാമാണ്. അതുപോലെ തന്നെ ആർമേച്ചർ വൈൻഡറിലും ഇലക്ട്രീഷ്യൻ ഇൻ സ്പോർട്സ് അല്ലെ, ഇലക്ട്രീഷ്യനും നടന്നിട്ടുള്ള സിലബസ് ഇത് തന്നെയാണ് 2022. സോ 2022 ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ട്രേഡ്സ്മാൻ അതേപോലെ ഇലക്ട്രീഷ്യൻ എന്നുപോലെയുള്ള പോസ്റ്റുകളിലെ സിലബസ് ഇതാണ്. അപ്പം നമ്മൾ നിലവിൽ ഫോളോ ചെയ്യുന്ന സിലബസ് ഇതാണ് കേട്ടോ. ട്രേഡ്സ്മാൻ്റെ ഒറിജിനൽ സിലബസ് വരാത്തിടത്തോളം കാലം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്ന സിലബസ് ഇത് തന്നെയാണ്. ഈ സിലബസിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. ഇനി അഥവാ സിലബസ് മാറുകയാണെങ്കിലും നമുക്കൊരു അറൗണ്ട് ഒരു 10% ചേഞ്ചൊക്കെ വരാൻ സാധ്യതയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ITI ലെവലായിട്ട് വരുന്ന എക്സാമുകൾക്കൊക്കെ പൊതുവെ ഈ ഒരു സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യാറ്. നമ്മളിതിൻ്റെ ക്ലാസ്സസൊക്കെ നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഞാനവിടെ ഒരു പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 9ഓളം വീഡിയോസ് വന്നു തോന്നുന്നു. അത് കൃത്യമായിട്ട് കാണുക. ഇനിയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് വരെയുള്ള വീഡിയോസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് കാണുക. ഓക്കെ, യെസ്. സോ ഇതാണ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ യഥാർത്ഥ സിലബസ്, അതായത് നമ്മളിനി എഴുതാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ യഥാർത്ഥ സിലബസ് എപ്പോഴാണ് വരിക? ആ സിലബസ് വരുന്നത് എക്സാം നടക്കുന്നതിൻ്റെ ഏകദേശം ഒരു 2 മാസം മുമ്പ്
എക്സാം കലണ്ടർ വരുമ്പോൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് സിലബസ് കിട്ടുകയുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എക്സാം കലണ്ടർ വന്നിട്ട് സിലബസ് വന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു 2 മാസമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. 2 മാസം കൊണ്ട് ഒരു സാധനം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു എക്സ്പെക്റ്റഡ് സിലബസ് നമ്മുടെ കയ്യിൽ പ്രിന്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി വെക്കുക, എന്നിട്ട് പഠിത്തം തുടങ്ങുക. ഓരോ പ്രാവശ്യവും ഓരോ സിലബസ് തീരുന്നുണ്ടോ, എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയോ. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ സോൾഡറിങ്ങിൻ്റെ കേസിൽ ഇപ്പോൾ ഫ്ലക്സുമായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ, സോൾഡറിങ് ടെക്നിക്കുകളൊക്കെ കുറിച്ച് എഴുതുമ്പം. ഓക്കെ, സോൾഡറിങ് ടെക്നിക്കിലെ എല്ലാ പോർഷൻസും ഞാൻ കവർ ചെയ്യുന്നതോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ പഠനം ആ ഒരു സിലബസിലെ ആ ഒരു മൊഡ്യൂൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, യെസ്. ടൈപ്പ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ് ഒക്കെ പറയുന്ന സമയത്ത് എല്ലാ ടൈപ്പ് ഓഫ് വയറിനെ കുറിച്ച് നമ്മൾ എഴുതിയോ നോട്ട് എഴുതിയോ എന്ന് ഉറപ്പ് വരുത്തുക. കഴിഞ്ഞ പരീക്ഷകളിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, അതെനിക്ക് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. സോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് കേട്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റിൽ പോകുക. ഇതാണ് kerala.psc.gov.in. ഓക്കെ, ഇതാണ് കേരള PSCയുടെ വെബ്സൈറ്റ്. അതിൽ പോയി കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റിൽ പോസ്റ്റ് വൈസ് സിലബസ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, പോസ്റ്റ് വൈസ് സിലബസ്. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ്, ഇവിടെ ഇപ്പം കുറേ സിലബസ് കാണിക്കുന്നുണ്ടല്ലേ, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സിലബസ് ആണോ നമുക്ക് അറിയില്ല അല്ലേ. ഇവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കണ്ടോ, ഓരോ പേജസ് ഉണ്ട്. Ctrl+F അടിക്കുക, കീബോർഡിൽ Ctrl+F അടിക്കുക, എന്നിട്ട് ഇലക്ട്രിക്കലിന് സെർച്ച് ചെയ്യാം. നോക്കുമ്പോൾ ഈ പേജിൽ ഇലക്ട്രിക്കലിൻ്റെ ഒരു എക്സാമും ഇല്ല അല്ലേ. അടുത്ത പേജ് എടുക്കുക, ഇനി Ctrl+F അടിക്കുക. ഓക്കെ, ഇലക്ട്രിക്കലിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു അല്ലേ. യെസ്. സോ ഇതാണ് നമ്മുടെ PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കുള്ള സിലബസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള PSCയുടെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക്, എല്ലാ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കുമുള്ള സിലബസ് ഇതാണ്. ഇതാ ഇവിടെ കണ്ടോ, 132/2020 അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. ഇത് കണ്ടോ. യെസ്, ഈ സിലബസ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽഡ് സിലബസ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സിലബസ് കിട്ടി അല്ലേ. യെസ്, ഇതാണ് ഈ ഒരു സിലബസ് ഫോളോ ചെയ്തിട്ടാണ് നിലവിൽ കേരള PSCയിൽ എല്ലാവിധ ഡിഗ്രി ലെവൽ BTech ലെവലിൽ വിളിക്കുന്ന എക്സാമുകൾക്കും പരീക്ഷ നടത്തുന്നത്. ഇപ്പം ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഈ ഒരു സിലബസ് ആയിരുന്നു. KSCBയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഈ ഒരു സിലബസിലായിരുന്നു. ഇനി വരാൻ വേണ്ടി പോകുന്ന മിക്കവാറും എല്ലാ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള കേരള PSCയുടെ ഇലക്ട്രിക്കൽ എക്സാമും ഈ സിലബസിലായിരിക്കും. സോ ഈ ഒരു സിലബസ് കിട്ടിയല്ലോ, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഇനിയിപ്പം ഡിപ്ലോമ ലെവൽ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടാഗ് ഇവിടെ സെർച്ച് ചെയ്യുക, എന്നിട്ട് ഓരോ പേജസ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി തേർഡ് മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള സിലബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് തേർഡ് മെത്തേഡാണ്. അത് ഞാൻ പറഞ്ഞുതരാം. കേരള PSCയുടെ വെബ്സൈറ്റിൽ വരിക, ഇനി നേരെ എക്സാമിനേഷൻ ആൻഡ് ഇൻ്റർവ്യൂവിൽ പോവാം. ദെൻ എക്സാമിനേഷനിൽ പോവാം. ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആ ഒരു ടിപ്പിക്കൽ എക്സാം ഏത് മാസത്തിൽ നടക്കുമെന്ന് എക്സാമിനേഷൻ കലണ്ടറിൽ വന്നാൽ മാത്രമാണ്. ഓക്കെ, അതായത് എക്സാമിനേഷൻ കലണ്ടറിൽ ആ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ. യെസ്, ഈ മാസത്തിൽ ഇന്ന എക്സാം ഉണ്ട് എന്നൊക്കെ മനസ്സിലാൻ വേണ്ടി പറ്റും. സോ ഇവിടെ കണ്ടോ, നിങ്ങൾ ഫെബ്രുവരി വരെയുള്ള എക്സാമിനേഷൻ കലണ്ടർ വന്നു, 2024 ഫെബ്രുവരി വരെയുള്ള എക്സാമിനേഷൻ കലണ്ടർ വന്നു അല്ലേ. യെസ്. സോ ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ എക്സാമിൻ്റെ ഒരു സിലബസ് ഞാൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഒറ്റ സെക്കൻഡേ. യെസ്, ഇത് കണ്ടോ, നവംബറിൽ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ മന്ത് ഓഫ് നവംബർ 2023. അതായത് നവംബറിൽ നടക്കുന്ന എക്സാമിനേഷൻസ് ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് കേരള PSC എന്ത് ചെയ്യും, യെസ്, അതിനൊരു 2 മാസം മുമ്പേ എക്സാമിനേഷൻ കലണ്ടർ പുറത്തുവിടും. ഓക്കെ, ഏകദേശം ഒരു സെപ്റ്റംബർ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നവംബറിലെ കലണ്ടർ റിലീസ് ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കലണ്ടർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഏതാണ് ആ ഒരു എക്സാം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 2023 നവംബറിൽ നടന്നൊരു എക്സാം ആയിരുന്നു. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റ്. ഓക്കെ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ കോളത്തിൽ സിലബസ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ കോളത്തിൽ സിലബസ് ഉണ്ടാവും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സിലബസ് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് 25 മാർക്ക് സിവിൽ, 25 മാർക്ക് മെക്കാനിക്കൽ, 25 മാർക്ക് ഇലക്ട്രിക്കൽ, 25 മാർക്ക് ഇലക്ട്രോണിക്സ്, അങ്ങനെയായിരുന്നു. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ്.
അതായത് ആ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള സിലബസാണ് ഇത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സിലബസ് എപ്പോഴാണ് കിട്ടുക? ആ പർട്ടിക്കുലർ എക്സാം നടക്കുന്നതിന് ഒരു 2 മാസം മുമ്പ് വരുന്ന എക്സാമിനേഷൻ കലണ്ടർ നോക്കിയാലാണ് ഇത് കിട്ടുക. ഇനി നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ട്രേഡ്സ്മാൻ്റെ സിലബസ്, എക്സാക്റ്റ് സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുക? യെസ്, സോ ട്രേഡ്സ്മാൻ്റെ എക്സാം സപ്പോസ് മാർച്ചിൽ വരികയാണെന്ന് വിചാരിച്ചോ. മാർച്ചിൽ വരികയാണെങ്കിൽ ഏകദേശം അടുത്ത മാസം ജനുവരി ആവുന്നതോടുകൂടി ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദി മന്ത് ഓഫ് മാർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് മാർച്ച് 3-ാം തീയതിയോ അല്ലെങ്കിൽ മാർച്ച് 8-ാം തീയതിയോ അങ്ങനത്തെ എക്സാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനം സിലബസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ പലർക്കും സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ട്. പലപ്പോഴും വീഡിയോസിൻ്റെ താഴെ സിലബസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധവശാൽ അവർ അയക്കുന്ന സിലബസ് തെറ്റാണെങ്കിൽ നമ്മൾ ചുമ്മാ പഠിക്കുന്നത് വേസ്റ്റായി പോവില്ല അല്ലേ? എന്തായാലും നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. സോ വളരെ കൃത്യതയോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുക. ഓക്കെ, യെസ്, സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? യെസ്, എങ്ങനെയാണ് ഒരു കേരള PSCയുടെ സിലബസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ അല്ലേ? സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇലക്ട്രിക്കൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്ര മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്